ഹായ് വെൽക്കം ബാക്ക് ടു മാത്സ് ആൻഡ് ഫാക്ട്സ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് മോഡ് എങ്ങനെ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, മോഡ് എന്താണ്? ടൈപ്പ് ഓഫ് ആവറേജസിൽ ഒന്നാണ് അല്ലേ. അപ്പോൾ ഈ മോഡ് എന്ന് പറയുന്നത് 3 കേസസിലുണ്ട്: ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ സീരീസ് തന്നാൽ അതിലെങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ എങ്ങനെയാണ് മോഡ് കാണുന്നത് നോക്കാം അല്ലേ. അപ്പോൾ നോക്കിയേ, മോഡ് ഇൻഡിവിജ്വൽ സീരീസിൽ മോഡ് കാണാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡ് കണ്ടുപിടിക്കണം. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ആ വാല്യൂസ് മാത്രമേ ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, മോഡ് കണ്ടുപിടിക്കണം. മോഡ് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അത് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നതാണിത്. ഇത്രയും സംഖ്യകളാണുള്ളത്, അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ ഇങ്ങനെ വരും. അതായത് 23 രണ്ടെണ്ണം ഉണ്ട്, 28 രണ്ടെണ്ണം ഉണ്ട്, 35 4 ഉണ്ട്, 42 3 ഉണ്ട്. അപ്പോൾ ആവർത്തിക്കുന്നതും നിങ്ങൾ എഴുതണം. 42 ഇപ്പോൾ ഒരു 4 ഉണ്ടെങ്കിൽ ആ 4 42 നമ്മൾ എഴുതണം. അല്ലാതെ ഒരു 4 42-ൽ ഒരു 42 എഴുതിയാൽ പോരാ. അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ എത്ര സംഖ്യകളുണ്ടോ അതെല്ലാം എഴുതണം. 23 രണ്ടെണ്ണം ഉണ്ടെങ്കിൽ 23 2 തവണ തന്നെ എഴുതണം. ദെൻ ഇനി നമ്മൾ മോഡ് കണ്ടുപിടിക്കുക. ഇൻഡിവിജ്വൽ സീരീസിലെ മോഡ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക, ഇതിൽ ഏത് സംഖ്യയാണ് ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് എന്ന്. ഇപ്പോൾ നോക്കിയാൽ 23 2 തവണ, 28 2 തവണ, 35 4 തവണയുണ്ട്, 42 3 തവണ, 53 1, 62 1. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഏതാണ്? 35 ആണ്. അതായിരിക്കും നമ്മുടെ മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇൻഡിവിജ്വൽ സീരീസിൽ നമുക്ക് മോഡ് കാണാൻ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ മോഡ്. ഇനി ഒരു ക്വസ്റ്റ്യൻ വരാം. എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ ഒരു സംഖ്യ പോലും ആവർത്തിച്ചില്ല എങ്കിൽ നമ്മളെങ്ങനെ മോഡ് കണ്ടുപിടിക്കും എന്നല്ലേ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് മോഡ് ഫ്രം ദി വാല്യൂസ് 40 25 60 35 81 75 90 10. അപ്പോൾ ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ മോഡ് കണ്ടുപിടിക്കണം. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്നത് ഏത് സംഖ്യയാണോ അതായിരിക്കും അതിൻ്റെ മോഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഏതെങ്കിലും സംഖ്യ ഒന്നിൽ കൂടുതൽ ആവർത്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ മോഡ് കണ്ടുപിടിക്കാൻ സാധ്യമാണോ? അല്ല. അപ്പോൾ സംഖ്യകളൊന്നും ആവർത്തിക്കുന്നില്ല എങ്കിൽ ആ സന്ദർഭത്തിൽ നമ്മൾ മോഡ് കണ്ടുപിടിക്കാനായിട്ട്, ഇൻഡിവിജ്വൽ സീരീസിലെ മോഡ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കണം? മീനും മീഡിയനും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മീൻ എന്താണെന്ന് നോക്കാം. മീൻ ഈസ് ഈക്വൽ ടു ഇൻഡിവിജ്വൽ സീരീസിൻ്റെ മീൻ കാണാനുള്ള ഇക്വേഷൻ സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ആണ്. സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൻ്റെ സമ്മ. അത് എത്രയാണ്? 416 ആണ്. ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് എത്ര വാല്യൂസ് ആണോ ആ വാല്യൂസിൻ്റെ എണ്ണം. 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു 52. അപ്പോൾ മീൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്തറിയണം? മീഡിയൻ കണ്ടുപിടിക്കണം അല്ലേ. മീഡിയൻ ഈസ് ഈക്വൽ ടു, മീഡിയൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ്റെ ഇക്വേഷൻ സൈസ് ഓഫ് n+1/2th ഐറ്റം അല്ലേ. അപ്പോൾ മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതണം. അസെൻഡിങ് ഓർഡറിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? n+1/2th ഐറ്റം കണ്ടുപിടിക്കണം അല്ലേ. സൈസ് ഓഫ് n+1. n+1 എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 8 എണ്ണം ഉണ്ട്. n എന്ന് പറയുന്നത് നമ്മുടെ സംഖ്യകളുടെ എണ്ണമാണ്. അപ്പം 8 + 1 divided by 2th item.
is equal to size of 8 plus 1 9 9 by 2 4.5 item. അപ്പോൾ നമുക്ക് 4.5 ഐറ്റം എന്നാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 4.5 വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്, സൈസ് ഓഫ്. ഇപ്പം 5th ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് 5th ഐറ്റം 5ാമത്തെ സംഖ്യ ഏതാണോ അതായിരുന്നു നമ്മുടെ മീഡിയൻ. പക്ഷെ ഇവിടെ 4.5 എന്നാണ് വന്നത്. അപ്പോൾ 4.5 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിൽ 4.5 അല്ലേ, 4ാമത്തെയും 5ാമത്തെയും സംഖ്യ കൺസിഡർ ചെയ്യും. അപ്പോൾ ഇവിടെ എത്രയാണ്, 2 3 4 40 ആൻഡ് 60 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 4ാമത്തെയും 5ാമത്തെയും സംഖ്യകളുടെ ആവറേജ് എടുക്കും. 40 plus 60 divided by 2. അപ്പോൾ എത്ര വരും, 100 by 2 is equal to 50. ഇതാണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ മീനും കിട്ടി, മീഡിയനും കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് മോഡ് കണ്ടുപിടിക്കണം അല്ലേ. മോഡിൻ്റെ ഇക്വേഷൻ എന്താണ്, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ minus 2 mean is equal to 3 median. 3 into median എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചു, 50 ആണ്, മൈനസ് 2 into mean എത്രയാണ്, 52 ആണ്, is equal to 46. ഇതാണ് നമ്മുടെ മോഡ്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസിൽ 2 കേസസ് പഠിച്ചു. എന്തൊക്കെയാണ്, സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്വസ്റ്റ്യനിൽ സംഖ്യകൾ ആവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും നമ്മുടെ മോഡ് അല്ലേ. ഇനി സംഖ്യകളൊന്നും ആവർത്തിക്കുന്നില്ല, ഇങ്ങനെയുള്ള ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ.